ഫ്രഷ് കട്ട് സംഘർഷവുമായി ബന്ധപ്പെട്ട പോലീസ് നടപടികൾ മയപ്പെടുത്താൻ ജില്ലാ കലക്ടർ വിളിച്ച സർവകക്ഷി യോഗത്തിൽ ധാരണ. പ്രദേശവാസികളുമായി ആശയവിനിമയം നടത്താൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ ഉൾപ്പെടുത്തി സമിതി രൂപീകരിക്കാനും തീരുമാനം. ഫ്രഷ് കട്ട് തുറന്ന് പ്രവർത്തിക്കുന്നതിൽ നാളെ ചേരുന്ന ജില്ലാതല ഫെസിലിറ്റേഷൻ കമ്മിറ്റി തീരുമാനമെടുക്കും. യോഗത്തിൽ സമരസമിതി പ്രതിനിധികളെ പങ്കെടുപ്പിക്കാത്തതിൽ പ്രതിഷേധമുയർന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ ജില്ലാ നേതാക്കളും MP, MLA മാർ എന്നിവരും പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. പ്രദേശത്ത് സംഘർഷത്തിന് ശേഷം തുടരുന്ന പോലീസ് നടപടികൾ പ്രദേശത്തുണ്ടാക്കിയ ഭീതിജനകമായ അന്തരീക്ഷം യോഗത്തിൽ പങ്കെടുത്തവർ ഉന്നയിച്ചു. പ്രതികളാണെന്ന് ഉറപ്പുള്ളവരിലേക്ക് മാത്രമായി നടപടികൾ പരിമിതപ്പെടുത്താമെന്ന് പോലീസ് യോഗത്തിൽ അറിയിച്ചു. ആ കാര്യത്തിൽ അനാവശ്യമായ അറസ്റ്റും റെയ്ഡും ഉണ്ടാവില്ല എന്ന് കളക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒരു തരത്തിലുള്ള നിരപരാധിയും അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള മുൻകരുതൽ എടുക്കാമെന്നും കലക്ടർ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. സ്കൂളുകളിൽ കുട്ടികളില്ല, അമ്പലങ്ങളിൽ ആരും എത്തുന്നില്ല, പള്ളികളിൽ ആളുകൾ പോകുന്നില്ല, പട്ടിണി കിടക്കുന്ന പ്രദേശം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അടിയന്തര പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളത് ഞങ്ങൾ മുമ്പോട്ട് വെച്ചു. അത് കലക്ടർ അംഗീകരിച്ചു. ഫ്രഷ് കട്ടിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പരാതികളും മറ്റും ചർച്ച ചെയ്യാനും പ്രദേശത്തെ ജനങ്ങളുമായി ജില്ലാ ഭരണകൂടത്തിന് ആശയവിനിമയം നടത്താനുമായി രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ ഉൾപ്പെടുത്തി സമിതി രൂപീകരിക്കും. ഒരു കമ്മിറ്റിയെ തന്നെ ജില്ലാ കളക്ടർ പ്രഖ്യാപിക്കാം എന്നറിയിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ ലീഡർഷിപ്പിൽ കാര്യങ്ങൾ ഇരുന്ന് ആലോചിച്ചുകൊണ്ട് ശാശ്വതമായ പരിഹാരം അവിടെ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതേസമയം ജില്ലയിലെ ഏക അറവുമാലിന്യ സംസ്കരണ കേന്ദ്രം എന്ന നിലയിൽ ഫ്രഷ് കട്ട് അനിശ്ചിതമായി അടച്ചിടാനാവില്ലെന്ന നിലപാടിലാണ് ജില്ലാ ഭരണകൂടം. നാളെ ജില്ലാതല ഫെസിലിറ്റേഷൻ കമ്മിറ്റി ചേർന്ന് ഫ്രഷ് കട്ടിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിൽ തീരുമാനമെടുക്കും. സർവകക്ഷി യോഗത്തിൽ വിളിക്കാത്തതിൽ സമരസമിതി പ്രതിനിധികൾ യോഗസ്ഥലത്തെത്തി പ്രതിഷേധം അറിയിച്ചു. സമരസമിതി ആൾക്കാരെ വിളിക്കാതെ നിങ്ങൾ ഇങ്ങനെ പ്രഹസന മീറ്റിംഗ് വിളിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. സമരസമിതിയുടെ ആൾക്കാരാണ് നിങ്ങൾ വിളിക്കുന്നത്. അതിനിടെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒരാളെ കൂടി ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. കൂടത്തായി സ്വദേശിയും SDPI പ്രവർത്തനവുമായ അമ്പാടൻ അൻസാർ എന്നയാളാണ് ഇന്ന് പിടിയിലായത്. ഇതോടെ സംഘർഷവുമായി ബന്ധപ്പെട്ട് പിടിയിലായവരുടെ എണ്ണം 13 ആയി. മീഡിയ 1 കോഴിക്കോട്.